നമ്മുടെ ലോകത്തിലെ എല്ലാ ആളുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ. എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ ആ ഒരു മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല, കോവിഡ് സാഹചര്യങ്ങൾ നമ്മുടെ ലോകത്താകമാനം ഇടപെട്ട സമയങ്ങളിൽ വിദ്യാഭ്യാസ രംഗമാകട്ടെ, കുട്ടികളുടെ ജീവിതമാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ജോലിയാകട്ടെ, എല്ലാം ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളിലേക്ക് ചുരുങ്ങി എന്ന് വേണം പറയേണ്ടത്. പക്ഷേ നമ്മുടെ ഭൂമിയിലെ എല്ലാ ആളുകളും വലിയ തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ, വലിയ രീതിയിലുള്ള മൊബൈൽ ഫോണുകളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണിനെ പറ്റിയിട്ടാണ്. കുറച്ച് പൈസയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു മൊബൈൽ ഫോൺ. ഒരുപക്ഷെ വരും സമയങ്ങളിൽ നമ്മളെല്ലാവർക്കും അഭിമാനിക്കുവാൻ പറ്റുന്ന ഒരു നിമിഷം. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം അത്തരത്തിലുള്ള മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ്. ഇത്ര കേട്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ആ ഒരു കമ്പനിയെ പറ്റിയും അതുപോലെ തന്നെ ഏതാണ് മൊബൈൽ ഫോണിനെ പറ്റിയും എന്ന് ചിന്തിക്കുന്നുണ്ടാകും. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ മൊബൈൽ കമ്പോളങ്ങളെപ്പറ്റി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചൈനീസ് കമ്പനികളെയും കൊറിയൻ കമ്പനികളെയും എന്തിനേറെ അമേരിക്കൻ കമ്പനികൾ വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ പല രാജ്യങ്ങളുടെയും കമ്പനികളും മൊബൈലുകളും തന്നെയാണ് വളരെ പ്രൗഢിയോടുകൂടി ഇവിടെ പല ആളുകളും വാങ്ങിക്കാറുള്ളത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രവണത നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ വലിയ തരത്തിലുള്ള ഫീച്ചറുകൾ നൽകുവാൻ പല കമ്പനികളും വില്ലിങ് ആവുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള മൊബൈൽ ഫോണുകളാണ് നമ്മുടെ കമ്പോളങ്ങളിൽ എത്തുന്നത്. അത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളെ കാത്തിരുന്ന് സ്വന്തമാക്കുവാനും പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ ഇങ്ങനെയല്ലായിരുന്നു. ആ ഒരു സമയത്ത് മിക്ക ആളുകളും യൂസ് ചെയ്തിരുന്നത് ഇന്ത്യൻ മൊബൈൽ ഫോണുകളാണ് എന്ന് പറയേണ്ടി വരും. മൈക്രോമാക്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയ ഓളം ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ആ ഒരു സമയത്ത് എല്ലാ ആളുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കീപാഡ് സെറ്റുകൾ അഥവാ ഫീച്ചർ ഫോണുകളായിരുന്നു. അന്നത്തെ കാലത്ത് പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ എന്നൊരു പർപ്പസ് മാത്രമായിരുന്നു അവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ആ മൊബൈൽ ഫോണുകളുടെ ഗതി ഏത് രീതിയിലാണ് എന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ ഇനി പറയേണ്ടത് നമ്മുടെ മെയിൻ കണ്ടന്റിനെ പറ്റിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം 1 മാസക്കാലം 1 GB ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഇന്ത്യക്കാരുടെ മുന്നിൽ ഒരു ദിവസം 1 GB-യും 2 GB-യും ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയ ഒരാളുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു വലിയ കമ്പനിയെ പറ്റിയിട്ടും ആ ഒരു വലിയ മനുഷ്യനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് റിലയൻസ് കമ്പനിയും ജിയോയും അതുപോലെ തന്നെ മുകേഷ് അംബാനിയുമാണ്. സിം ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ജിയോയുടെ മൊബൈൽ ഫോണുകൾ, ഫീച്ചേർഡ് ഫോണുകൾ രംഗത്തെത്താറായി തുടങ്ങി. ജിയോ തന്നെ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആപ്ലിക്കേഷനോടുകൂടി തന്നെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫീച്ചറുകളോടുകൂടി തന്നെ ആ ഒരു കീപാഡ് സെറ്റ് വിപണിയിലേക്ക് എത്തി. അതും വളരെ മോശമായിരുന്നില്ല. സമയത്തിനുള്ളിൽ തന്നെ വിറ്റുപോവുകയും എല്ലാ ആളുകളുടെ കയ്യിലേക്ക് ജിയോ ഫോൺ എന്നൊരു കോൺസെപ്റ്റ് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു റിലയൻസ് കമ്പനിയുടെ 44ാമത് വാർഷിക പൊതുയോഗം. ഓരോ പൊതുയോഗം നടക്കുന്ന സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺസെപ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുകയും എല്ലാ ആളുകളിലേക്കും ആ ഒരു കോൺസെപ്റ്റുകൾ എത്തിക്കാറുമുണ്ട്. അത്തരത്തിൽ ആളുകളുടെ എല്ലാവരുടെയും സംശയം മാറ്റിക്കൊണ്ട് ഒരുപാട് ഞെട്ടലുകളോട് തന്നെ ആ ഒരു വാർത്ത എത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ ഫോണുകൾ ഇനി ഇറക്കാനായിട്ട് പോകുന്നത് റിലയൻസ് കമ്പനിയാണ്. അതിൻ്റെ പേര് ജിയോ ഫോൺ നെക്സ്റ്റ്. സാധാരണഗതിയിൽ ആ ഒരു പ്രൈസൊക്കെ പറയുന്ന സമയത്ത് ഏകദേശം 2000-നും 3000-നും ഇടയിലുള്ള ഒരു പ്രൈസിലായിരിക്കും ആ ഒരു ഫോൺ ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഫോണിൻ്റെ വാർത്തകൾ പുറത്തിറങ്ങിയ അതേ സമയത്ത് തന്നെ പല ആളുകളും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. കാരണം ഇത്തരത്തിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുക? മാത്രമല്ല ഇന്നും വളരെ ലോവസ്റ്റ് പ്രൈസിൽ വിൽക്കുന്ന പലതരത്തിലുള്ള ഫോണുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്നും തന്നെ ആളുകൾ സ്വീകരിക്കുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന കൂടിയ വേരിയൻ്റ് മൊബൈൽ ഫോണുകൾക്കുള്ള ഒരു തരത്തിലുള്ള ഫീച്ചറുകളും നൽകുവാൻ ആ സാധാ ഫോണുകൾക്ക് അല്ലെങ്കിൽ ആ ചീപ്പസ്റ്റ് മൊബൈൽ ഫോണുകൾക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. റിലയൻസ് ജിയോ നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഫോൺ ഇറക്കുന്നത് ജിയോ മാത്രമല്ല, മറിച്ച് ഗൂഗിൾ കൂടി ചേർന്നുകൊണ്ടാണ്. ഇത്തരത്തിലുള്ളൊരു വാർത്ത എത്തിയ സമയത്ത് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഗൂഗിളിനെ കൂടിയാണ്. കാരണം ഗൂഗിൾ പറഞ്ഞൊരു കാര്യം, റിലയൻസ് ജിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ആൻഡ്രോയിഡ് വെർഷൻ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ഇതുവരെ ഇന്ത്യക്കാരെ കണ്ടിട്ടില്ലാത്ത പുതിയ തരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി തന്നെ എല്ലാ ആളുകളുടെയും മുന്നിൽ അത് എത്തിക്കുകയും ചെയ്യും എന്നായിരുന്നു.
സുന്ദർ പിച്ചെ പറഞ്ഞ ഈ വാക്കുകൾക്ക് പല ആളുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിലയൻസ് ജിയോയുടെ ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ഫോണ് വാങ്ങിക്കുവാനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഒരു മൊബൈൽ ഫോണാണ് ഇനി വരാൻ പോകുന്നത് എങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷനുകളും പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാകുന്നതിനും ഗൂഗിളിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സർവീസുകളിൽ ലഭിക്കുന്ന ഒരു മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അത് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു ഫോൺ പുറത്തിറക്കാനായിട്ട് കാരണം നമ്മുടെ പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏകദേശം 30 കോടിയിലധികം ആളുകൾ ഇന്നും ഫീച്ചേർഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. അതായത് അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലേക്ക് ഇന്നും സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ചീപ്പസ്റ്റ് പ്രൈസിൽ വെറും 2500-3000 റേഞ്ചിൽ ഒരു വലിയ തരത്തിലുള്ള മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ മാർക്കറ്റ് ഉണ്ടാക്കുവാൻ മുകേഷ് അംബാനിക്ക് സാധിക്കും, അല്ലെങ്കിൽ റിലയൻസ് ജിയോയ്ക്ക് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ചീപ്പസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകളും അത് സ്വന്തമാക്കുകയും ചെയ്യും. ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എങ്കിൽ എത്ര കാലം വേണമെങ്കിലും ആളുകൾ അത് നല്ല രീതിയിൽ പരിപാലിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി തന്നെയാണ് റിലയൻസ് ജിയോ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതെന്നാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 10-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ അവൈലബിൾ ആകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഗൂഗിളുമായി ചേർന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ പുറത്തിറക്കുന്നതോടുകൂടി തന്നെ എല്ലാ ആളുകളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ജിയോ ഫോൺ നെക്സ്റ്റ്. വരുന്ന സമയങ്ങളിൽ വലിയ തരത്തിലുള്ള വിപ്ലവം ഉണ്ടാക്കുവാൻ ഈ മൊബൈൽ ഫോണുകൾക്ക് സാധിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.